കർത്താവിൻ്റെ പീഡാനുഭവ നാളുകളെ സ്മരിക്കുന്ന ഈ വചന പരമ്പര നമ്മുടെ ആത്മശുദ്ധീകരണത്തിൻ്റെ നാളുകളായി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വചനചിന്തയിലേക്ക് സ്വാഗതം. തിരുവചനത്തിലെ ഏറ്റവും അഗാധമായ സ്നേഹത്തെ വൈകാരികമായി ചിത്രീകരിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി ഇരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചേർന്നുള്ള ഒടുവിലത്തെ അത്താഴ സമയത്ത് തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിളിലെ മൂലഭാഷയായ ഗ്രീക്കിൽ സ്നേഹത്തിന് 4 ഭാവങ്ങളാണ് നൽകിയിരിക്കുന്നത്: ഇറോസ്, ഫീലിയ, സ്റ്റോർജ്, അഗാപ്പെ. ഇറോസ് എന്നാൽ റൊമാൻറ്റിക് ലവ്, ഫിലിയ എന്നാൽ ബ്രദർലി ലവ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, സ്റ്റോർജ് എന്നാൽ ലവ് ഓഫ് പാരൻസ് അല്ലെങ്കിൽ ഫാമിലി ലവ്, അഗപ്പെ ഗോഡ്സ് ലവ്. നിസ്വാർത്ഥവും ത്യാഗപൂർണവും അതിരുകളുമില്ലാത്തതുമായ ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-14 വചനങ്ങൾ. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. താൻ കൽപ്പിച്ചതുപോലെ ചെയ്താൽ നിങ്ങളും എൻ്റെ സ്നേഹിതന്മാർ തന്നെ. 2 കാര്യങ്ങളാണ് ഈ വചനത്തിൽ യേശു കർത്താവ് ഊന്നൽ നൽകുന്നത്. 1 അൾട്ടിമേറ്റ് ലവ്, 2 സെൽഫ് സാക്രിഫൈസ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്: തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചുള്ള സമയം ഇനി വളരെ കുറവാണെന്നുള്ള അറിവ് യേശുവിനുണ്ട്. ആസന്നമായിരിക്കുന്ന തൻ്റെ കുരിശുമരണത്തിന് വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുക, തൻ്റെ പഠിപ്പിക്കലുകളുടെ സാരാംശത്തെ പൂർണ്ണമായി അവരിലേക്ക് പകർന്നു നൽകുക. തൻ്റെ ദൗത്യത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പകരപ്പെട്ട നിസ്വാർത്ഥ സ്നേഹം. സ്നേഹിതന്മാർക്കു വേണ്ടി ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു മരണവും അതിനപ്പുറമായി നിസ്വാർത്ഥ സേവനത്തിൻ്റെ ജീവിതവും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. കാൽവരിയിലെ യേശുവിൻ്റെ യാഗം മാനവ സമൂഹത്തോടുള്ള പിതാവായ ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയാണല്ലോ വെളിപ്പെടുത്തുന്നത്. ദൈവവുമായി ഒരു അനുരഞ്ജനത്തിൻ്റെ നിരപ്പിൻ്റെ അനുഭവത്തെ തൻ്റെ ബലിയിലൂടെ കർത്താവ് നമുക്ക് നൽകുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈ വചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഡീട്രിഷ് ബോൺഹോഫർ എന്ന ജർമ്മൻ തത്വചിന്തകനും വൈദികനും യേശുവിനെ കുറിച്ച് ഇപ്രകാരം ഒരു നിർവചനം നൽകിയിരിക്കുന്നു: ജീസസ് ദ മാൻ ഫോർ അതേഴ്സ്. യേശു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യൻ. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമയവും വിഭവങ്ങളും വൈകാരികമായ സപ്പോർട്ടും ആവശ്യമുള്ളവർക്ക് നൽകപ്പെടുക എന്നുള്ള വലിയ ദൗത്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ ജീവന്റെ വിലയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ അവൻ മരണം വരിച്ചു. തന്നോട് ചേർന്ന് നിന്ന ശിഷ്യർക്ക് മാത്രമല്ലായിരുന്നു അവൻ്റെ ഈ വലിയ സ്നേഹം പകർത്തു നൽകിയത്, പകരം മാനവ സമൂഹത്തിന് മുഴുവൻ ആയിട്ടായിരുന്നു. തന്നോട് ചേർന്ന് നിന്ന ശിഷ്യന്മാർക്കല്ല അവൻ തൻ്റെ സ്നേഹം പകർത്തു നൽകിയത്, പകരമായി ഈ മാനവകുലത്തിന് മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയായിരുന്നു. നിസ്വാർത്ഥവും ഉപാധികളില്ലാത്തതും നിലനിൽക്കുന്നതുമായ സ്നേഹത്തെ അനുവർത്തിക്കുവാൻ ഈ വചനചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ നാളുകൾ ഒരാത്മശുദ്ധീകരണത്തിൻ്റെയും വചനത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്ക് വളരുവാൻ ആത്മീക ദർശനങ്ങളും ആഴമേറിയ കാഴ്ചപ്പാടും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.